നമുക്കിടെ മേലെ സ്റ്റാൻഡിൽ ബാത്റൂമില്ല, ബാത്റൂം വേണം. സ്ത്രീകളാകെ വിഷമിക്കാന്ന്. വണ്ടിയിൽ വന്നിറങ്ങുന്ന ആൾക്ക് മൂത്രമൊഴിക്കാനും ഒരു ഇതും സൗകര്യവും ഇല്ല. നമ്മളിപ്പം കടയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഭയങ്കര വിഷമത്തിലാണ്. നമുക്ക് രാവിലെ പീടിക തുറക്കാൻ പറ്റുന്നില്ല. പീടിയന്റെ അപ്പുറം ഇപ്പുറം മൂത്രമൊഴിച്ച് വെച്ചിട്ട് ഡോക്ടർമാർ ചിലത് കുറവുണ്ട്. കാരണം ഇന്നൊരു പ്രതീക്ഷിച്ചൊരു ഡോക്ടറെ പ്രതീക്ഷിച്ച് പോയാൽ ഡോക്ടർ അടില്ല. പിന്നെ ആകെ ഒരു 60 ടിക്കറ്റും കൊണ്ട് വീട്ടിട്ട് ഒരു പ്രൈസും കിട്ടുന്നില്ല. നല്ല ഹോസ്പിറ്റല് അത് തന്നെ ഏറ്റവും അത്യാവശ്യം. മരിച്ച വീട്ടിൽ പോവല്ലാണ്ട് കല്യാണ വീട്ടിൽ പോവല്ലാണ്ട് അയാൾ ഒരു വികസനം നാടിന് വേണ്ടി ചെയ്തിട്ടില്ല. അപ്പോൾ സർക്കാർ വന്നതിന് ശേഷം ടാക്സിൽ ഭയങ്കര വർധന വന്നിട്ടുണ്ട്. വണ്ടീൻ്റെ ടാക്സ് പേരാവൂർ മണ്ഡലത്തിൽ ഇപ്പോൾ വികസനങ്ങൾ കുറവാണ്. അപ്പോൾ നമുക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നു. നമുക്കിടെ മേലെ സ്റ്റാൻഡിൽ ബാത്റൂമില്ല, ബാത്റൂം വേണം. സ്ത്രീകളാകെ വിഷമിക്കാന്ന്. വണ്ടിയിൽ വന്നിറങ്ങുന്ന ആൾക്ക് മൂത്രമൊഴിക്കാനും ഒരു ഇതും സൗകര്യവും ഇല്ല. നട്ടം തിരി ഓരോ ഹോട്ടലിൻ്റെ അകത്ത് പാഞ്ഞു കയറ്റിയിട്ടാണ് ഇപ്പം പോയി മൂത്രമൊഴിക്കുന്നത്. അതുകൊണ്ട് മേലെ സ്റ്റാൻഡിൽ 3 പ്രാവശ്യം അപേക്ഷ കൊടുത്ത് ഒന്നും ആരും വന്ന് നോക്കിയിട്ട് ഒന്നും ചെയ്തു തരുന്നില്ല. ബാത്റൂമിൻ്റെ മേലെ പാലത്തിനെടുക്കുന്ന മുതൽ സ്റ്റാൻഡ് വരെ ഏടിയൊരു ബാത്റൂമില്ല. കടകൾ നമ്മളിപ്പം കടയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഭയങ്കര വിഷമത്തിലാണ്. രാവിലെ 6 മണിക്ക് വന്ന് മോദിക്ക് 7 മണി വരെ മൂത്രം പിടിച്ച് നിന്നിട്ട് നിൽക്കണോ? അങ്ങനെയുള്ള അവസ്ഥയുള്ളത്. ചായക്ക് 10 റുപ്യ ആക്കിയാൽ ശരിയാവില്ല. ചായപ്പൊടിക്ക് വിലയുണ്ട്, എല്ലാം ഉണ്ട്. അന്നേരം അതിനനുസരിച്ചില്ല കച്ചവടം മിന്നിച്ച് അങ്ങ് ജീവിച്ചു പോകും. അത്രമാത്രം കച്ചവടം മിന്നിച്ച് പോകുന്നു. അത്രമാത്രം ബാത്റൂം ഇല്ല. പിന്നെ വന്നയാൾ ആടി ഊടിയെല്ലാം മലമൂത്ര വിസർജനം. നമുക്ക് രാവിലെ പീടിക തുറക്കാൻ പറ്റുന്നില്ല. പീടിയന്റെ അപ്പുറം ഇപ്പുറം മൂത്രം വെച്ച് വെച്ചിട്ട് എല്ലാം എന്താ പറയണ്ടേ എല്ലാവിധ വൃത്തികേടുകളും കൊണ്ട് ആക്കി വെച്ചിട്ട്. പേരാവൂർ മണ്ഡലത്തിൽ ആര് ജയിക്കണം നമുക്ക് പ്രത്യേക രാഷ്ട്രീയം നമുക്കില്ല. നമ്മൾ നിഷ്പക്ഷവാദിയാണ്. അപ്പം നമ്മൾ അവസരോചിതമായിട്ട് ആ സമയത്ത് വോട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ. അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയം നമുക്കില്ല. ഇല്ല. വ്യക്തികൾ രണ്ടാളും നല്ല വ്യക്തികളാണ്. നല്ല സ്ഥാനാർത്ഥികളെ രണ്ടുപേരും. സണ്ണി ജോസഫിന്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? സണ്ണി ജോസഫിന്റെ വികസനം നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാതുകൊണ്ട് അതൊന്നും ആവാൻ ചിന്തിക്കാറില്ല. ഇല്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് ആവശ്യമുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ് ഇനി ഇവിടെ ആവശ്യം? നമുക്ക് താലൂക്ക് ആശുപത്രി ഒന്ന് വികസിപ്പിക്കണം. കാരണം അത്യാവശ്യം ഡോക്ടർമാർ ചിലത് കുറവുണ്ട്. കാരണം ഇന്നൊരു പ്രതീക്ഷിച്ചൊരു ഡോക്ടറെ പ്രതീക്ഷിച്ച് പോയാൽ ഡോക്ടർ അടില്ല. അതാണ് നമുക്ക് പല പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് എൻ്റെ അനുഭവം. കാരണം കൃത്യമായിട്ട് ഡോക്ടർമാർ അവിടെ ഇല്ല. കണക്കൂട്ടിയിട്ട് പോകാൻ കഴിയില്ല ഇങ്ങനെ ഡോക്ടർ ഉണ്ടാവുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് ആണോ? എല്ലാ വിഭാഗം തന്നെ. സാധാരണ ഇനി ഏത് വിഭാഗത്തിലായാലും കൃത്യമായിട്ട് ഡോക്ടർമാർ കുറവുണ്ട് അവിടെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവുണ്ടോ? വിദ്യാഭ്യാസ സ്ഥാപനം കുറവുണ്ട് എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് കോളേജ് ഇല്ല ഇവിടെ. കോളേജുകളുടെ അഭാവമുണ്ട്. പിന്നെ ആശുപത്രി എന്ന് പറഞ്ഞാല് നമ്മൾ ഇവരിപ്പോൾ അമല ഹോസ്പിറ്റല് ഇപ്പം ഒരു ഡോക്ടറെ ഒരു രോഗീനെ അവിടെ കയറ്റി അവിടെ ഏറ്റവും മരിച്ചിന് 1.5 ലക്ഷം റുപ്യ എണ്ണ മേടിച്ചത്. അതാണ് ആ സ്ഥാനാർത്ഥിയാണ് നമ്മളെ ഇരിക്കൂർ സ്ഥാനാർത്ഥി. അയാളെ ഹോസ്പിറ്റലാണ് കയറി അവിടെ കിടത്തിയിട്ടേ ഉള്ളൂ. 1.5 ലക്ഷം റുപ്യ എണ്ണ മേടിച്ചത്. അത് നമ്മളെ പോലത്തെ ആണെങ്കിൽ ബോഡി അവിടെ കിടക്കുകയുള്ളൂ. കാരണം തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഇത് അടക്കാൻ കഴിയില്ല. ഇത് നമ്മൾ തൊട്ടയൽവാസിയാണ്. ഒരു മാഷാന്ന് മരിച്ചത് 2 ദിവസം മുമ്പ്. ഒരു ഗവൺമെന്റ് ആശുപത്രി വേണം. എല്ലാവർക്കും നല്ലൊരു ഗവൺമെന്റ് ആശുപത്രി വേണം. വിദ്യാഭ്യാസ സ്ഥാപനം കോളേജ് വേണം ഗവൺമെന്റ്. ഞാനൊരു 60 ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ആളാണ്. 2 കൊച്ചുങ്ങളുണ്ട്. ഭർത്താവ് മരണപ്പെട്ടിട്ട് 2-3 കൊല്ലമായി. പക്ഷെ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. പിന്നെ ആകെ ഒരു 60 ടിക്കറ്റും കൊണ്ട് വീട്ടിട്ട് ഒരു പ്രൈസും കിട്ടുന്നില്ല. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ എനിക്ക് തീരെ സുഖമില്ലാണ്ടായി. മരുന്ന് കുടിക്കല. ഞാൻ അമല ഹോസ്പിറ്റൽ കാണിച്ചിട്ട് മരുന്ന് കുടിക്കല. പിന്നെ ഒരു മാസം 20,000 ഉറുപ്പ്യോളായി. ഒരു ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. നല്ല ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത പ്രദേശങ്ങളിലൊന്നുമില്ല. അപ്പം ഏറ്റവും നല്ല ഹോസ്പിറ്റല് അത് തന്നെ ഏറ്റവും അത്യാവശ്യം. നമുക്ക് ഈ അടുത്തൊന്നും ഒരു ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലെ ഇരിട്ടി ഇങ്ങനെയെല്ലാം ഉള്ള ചെറിയ ഹോസ്പിറ്റൽ അല്ലാണ്ട് നല്ലൊരു ഹോസ്പിറ്റൽ ഏറ്റവും നല്ല അത്യാവശ്യം എല്ലാ സജ്ജീകരണങ്ങളും അത്യാധിക സജ്ജീകരണങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റൽ വേണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവുണ്ടോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലായ്കയൊന്നുമില്ല. കോളേജ് അങ്ങനെ ഉണ്ട്. എന്നാലും കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലവാരം കിട്ടാൻ BEd കോളേജ് പോലെയുള്ള കോളേജുകളെല്ലാം ഉണ്ടായാൽ അതൊന്നും ഈ അടുത്തൊന്നുമില്ല. അപ്പം അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് BEd കോളേജുകൾ എല്ലാം ഉള്ളത്. ഗവൺമെന്റ് കോളേജാണോ? അതെ. ഇവിടെ അങ്ങനെ ഈ അടുത്തൊന്നുമില്ല. കുറച്ച് ദൂരോട്ട് പോകണം. അപ്പം അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്.
പിന്നെ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിൽ? ഇപ്പൊ അത് നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ആര് ജയിക്കണം എന്നുള്ളത്? ആര് ജയിച്ചാലും നല്ലത് തന്നെയാന്ന് അത്രേ പറയാനുള്ളൂ. അക്കാര്യത്തിൽ അങ്ങനെ ഇന്ന ആള് ജയിക്കണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റൂല. അത് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്, അതെ. വോട്ട് കൊടുത്തിട്ട് ആരാ ജയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിൽ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചേച്ചി ആരെയാ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാൽ ഞാനൊരു UDF കാരത്തിയാണ്. അതെ, സണ്ണി ജോസഫ് അതെ. സപ്പോർട്ട് ചെയ്യുന്നത്. അതെ. ഇപ്രാവശ്യം പേരാവൂർ മണ്ഡലത്തില് ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ശൈല ടീച്ചർ ജയിക്കണമെന്ന് ആഗ്രഹം. പിന്നെ സണ്ണി ജോസഫ് എന്ന MLA ഒരു വികസനവും ഈ നാട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഒരു വികസനവും കൊണ്ടുവന്നില്ല. 15 വർഷം ഭരിച്ച് ഇതായി MLA ആയിട്ട് നിന്നിട്ട് ഒരു വികസനം, ഒരു മരിച്ച വീട്ടിൽ പോവല്ലാണ്ട്, കല്യാണ വീട്ടിൽ പോവല്ലാണ്ട് അയാൾ ഒരു വികസനം ഈ നാട്ടിന് വേണ്ടി ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ടീച്ചർ ജയിക്കുന്നത്. ടീച്ചർ പണ്ട് നിന്ന MLA ആയിട്ട് നിന്ന സ്ഥലത്ത് എല്ലാ വികസനവും ടീച്ചർ കൊണ്ടുവന്നു. ആ വികസനത്തിൻ്റെ ഓരോ മാതൃകയടക്കം ടീച്ചർ പറയുന്നുണ്ട്. ഇവിടെ ടീച്ചർ വന്നു കഴിഞ്ഞാൽ ഫുള്ള് വികസനമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് പേരാവൂരിൽ വരാൻ ആഗ്രഹിക്കുന്നത്? പേരാവൂര് കുറേ മാറ്റങ്ങൾ വരാനുണ്ട്. ഒരു യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് എന്ന ഇതിൽ ഗ്രൗണ്ടില്ല. ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി ഗംഭീരമാക്കാൻ പറ്റുമെന്നാണ് ടീച്ചർ പറഞ്ഞത്. വേറെ റോഡ് വികസനവും ഭരണത്തോട് റോഡ് വികസനം കുറേ ഇവിടെ വരാനുണ്ട്. സണ്ണി ജോസഫ് പറയുന്ന സണ്ണി ജോസഫ് ഇല്ല സമയത്ത് ചെയ്തതാണ്, സർക്കാർ മുൻനിർത്തി ചെയ്തതാണ്. ഒരു MLAക്ക് ഇത്ര പൈസ ഒരേ കൊല്ലത്തിലും കൊടുക്കുന്നുണ്ട്. കൊല്ലത്തിലല്ല, ഒരേ മാസത്തിലാണോ കൊല്ലത്തിലാണോ കൃത്യമായിട്ട് അറിയില്ല, കൊടുക്കുന്ന എമൗണ്ടുകളുണ്ട്. ആ എമൗണ്ടുകൾ പോലും ഇയാൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. പേരാവൂർ മണ്ഡലത്തിൽ നമ്മളെ ഈ മേഖലയിൽ വലിയൊരു വികസനമൊന്നും വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ചില മേഖലയിൽ ഉള്ളോട്ടുള്ള ഏരിയകൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, റോഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു BJP അനുഭാവിയാണ്. അപ്പോൾ BJP അനുഭാവി ആയതുകൊണ്ട് തന്നെ BJP ജയിക്കണം എന്നല്ല പറയുന്നത്. ആര് ജയിച്ചാലും വികസനം കൊണ്ടുവരണം. നമ്മൾ ഇരിട്ടി ഗവൺമെൻറ് ആശുപത്രിയുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഇരിട്ടി ഗവൺമെൻറ് ആശുപത്രിക്ക് ഒരു റോഡ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അപാകതകളുണ്ട്. ഇത്രയും വലിയ ടൗണായി ഇരിട്ടിയിൽ, മലയോര പ്രദേശത്തിൻ്റെ ഇത്രയും കണ്ണായ ഭാഗത്ത് ഒരു നല്ലൊരു ടാക്കീസ് ഇല്ല, നല്ലൊരു സ്റ്റേഡിയം ഇല്ല, പിന്നെ അതേപോലെ വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യം കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വികസനങ്ങളൊക്കെയാണ് കൊണ്ടുവരേണ്ടത് ഇരിട്ടി ടൗണിനെ അനുബന്ധിച്ചിട്ട്. അതിന് പറ്റിയ ആരാണോ വരേണ്ടത് അവർ വരണം എന്നുള്ള കാഴ്ചപ്പാട് വരണം. മെയിനായിട്ട് ഈടിയിൽ ഇപ്പോഴത്തെ ചെറിയ ചെറിയ പിള്ളന്മാർ ഫോണിലേക്കും ഇതിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് മാറാൻ പണ്ടത്തെ പോലെ സ്പോർട്സ്, ക്രിക്കറ്റ്, ഫുട്ബോള്, അതുപോലെ ക്ലബ്ബുകൾ, പിന്നെ നല്ലൊരു സ്റ്റേഡിയം ഇരിട്ടി ടൗണിൻ്റെ അടുത്ത് നിന്ന് കളിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്റ്റേഡിയം ഇല്ല. മാടത്തിയൊക്കെ ഒരു സ്റ്റേഡിയത്തിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുന്നു, ഇതുവരെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഭരിച്ചു വന്നവർക്കും. അപ്പോൾ മാറ്റങ്ങൾ വരട്ടെ, നല്ല നല്ല ഭരണകർത്താക്കൾ വരട്ടെ, നല്ലോണം വർക്ക് ചെയ്യുന്നവരാണോ അവർ ജയിക്കണം, അത്രയേ ഉള്ളൂ. നല്ല വികസനം കൊണ്ടുവരുമോ, അത്രയേ ഉള്ളൂ. അതന്നെയാണ്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വികസനം. നമ്മളെല്ലാം ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചു. ഇവൻ വേറൊരു അനുഭവമാണ്, ഞാൻ വേറെ LDFൻ്റെ BJPൻ്റെ. എന്നാൽ നമ്മളെല്ലാം അന്നേ ക്രിക്കറ്റും ഫുട്ബോളുമായിട്ട് ഗ്രൗണ്ടിൽ തന്നെ. ഇന്നത്തെ കുട്ടികളും ഫോണില്ലാത്തതാണ് ഫുൾ ടൈം. അത് രാത്രി 12 മണി 1 മണി വരെ കുട്ടികൾ കളിക്കാനോ പിടിക്കാനോ ഉള്ള ഒരു ഗ്രൗണ്ടിലും ഗ്രൗണ്ടുണ്ട്, അതിൻ്റെ ഒരു രീതിയിലില്ല. ഒരുപാട് സ്ഥലമുണ്ട് ഇരിട്ടിയിൽ നിന്ന് ഇങ്ങോട്ട്. നമ്മൾ പെരുമ്പറമ്പ് ഇഷ്ടം പോലെ ഒരുപാട് പഴശ്ശി ഡാമിൻ്റെ ഒരുപാട് ഗ്രൗണ്ടുകളുണ്ട്. ആ ഭാഗത്തൊന്നും ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു മാറ്റങ്ങൾ എന്തായാലും നമ്മളെ ടീച്ചർ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷ. ഇതുവരെ ആ ഭാഗങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. മെയിൻ എനിക്ക് പറയാനുള്ള ഇതാണ്, സ്പോർട്സ് പരമായി. ഞാനൊരു വണ്ടി പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വന്നതാണ്. അപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം ടാക്സിൽ ഭയങ്കര വർധന വന്നിട്ടുണ്ട്. വണ്ടീൻ്റെ ടാക്സ്, കോട്ട ടാക്സ് നമ്മൾ 8000 റുപ്യയിൽ അടച്ചത് 12,000, 16,000, 26,000, 20,000 അടക്കേണ്ട 26,000 റുപ്യയിൽ നല്ലൊരു വർധന വന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഇനിയിലെ വരണം സർക്കാർ, നമ്മളെ LDF സർക്കാർ ഭരണത്തിൽ വന്നിട്ട് ചെറിയൊരു ഇളവ് വരുത്തണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. പറഞ്ഞാൽ നമുക്ക് ചെറിയ വളർന്നു വരുന്ന പിള്ളേർക്ക് ഒരു ഗ്രൗണ്ടില്ല. മെയിനായിട്ട് ഈ പരിസരത്ത് പേരാവൂർ മണ്ഡലത്തിൽ പ്രതീക്ഷിച്ച് നോക്കുമ്പോൾ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ടില്ല. അതാണ് മെയിനായിട്ട് വശം. പിള്ളേരെല്ലാം പല രീതിയിൽ ഫോൺ നോക്കിയിട്ടിരിക്കുകയാണ്. അത് ഒന്നാമത്തെ മെയിൻ വിഷയം. പിള്ളേർ ഫോണിലാണ്. പണ്ടത്തെ പോലെ കളിസ്ഥലങ്ങളില്ലാതുകൊണ്ട് പിള്ളേർ ഫോണിലേക്കായി. അത് മെയിനായിട്ട് പറയേണ്ട ഒരു പ്രശ്നമാണ്. പിന്നെ പറയുകയാണെങ്കിൽ റോഡ് വികസനമെല്ലാം ഈ ഇടത്തരം റോഡുകളിലും അത്യാവശ്യമുണ്ട്. പക്ഷേ എങ്കിൽ ഉള്ളിലേക്കുള്ള സാധാരണക്കാർ ഒന്നും കാര്യമായിട്ടുള്ളൊരു ഇത് വന്നില്ല. ആര് വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ടീച്ചർ വിജയിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. ടൂറിസം മേഖല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വകയാകുന്നു. അതുപോലത്തെ നല്ല ടൂറിസം മേഖല വരണം. അതിലിവിടെ പിന്നെ LDF ആണ് ഇനിയിപ്പോൾ ടൂറിസം മേഖല കൊണ്ടുവരേണ്ടത്. അത് LDF ഇപ്പം അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ
അത് ഭയങ്കര ടൂറിസം മേഖലയായി മാറും. അതായത് എന്ന് പറഞ്ഞാൽ പിന്നെ കൊട്ടിയൂരിൽ നിന്ന് മുതൽ ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ വയനാട് വരെ ടൂറിസം മേഖല വളരെ അഭിവൃദ്ധി പ്രാപിക്കും LDF അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളെ ആഗ്രഹം അതൊക്കെ തന്നെ. ടൂറിസം വന്നു കഴിഞ്ഞാൽ അത് വലിയ മാറ്റങ്ങളായിരിക്കും. പിന്നെ ബാക്കിയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ ആ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മലയോര മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിൽ ഗുണകരമായ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. LDF അധികാരത്തിൽ വരണം. പേരാവൂർ മണ്ഡലത്തിൽ കുറേ മാറ്റങ്ങൾ വരാൻ ആവശ്യമുണ്ട്. കാരണം 10 വർഷം മുമ്പ് സ്റ്റേറ്റ് വന്ന സമയത്തുള്ള മാറ്റങ്ങൾ മാത്രമേ ഈ മണ്ഡലത്തിലുണ്ടായിട്ടുള്ളൂ. 10 വർഷം സണ്ണി ജോസഫ് വന്ന ശേഷം യാതൊരു വിധത്തിലുള്ള മാറ്റവും ഈ പേരാവൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ഇരിട്ടി ആസ്ഥാനമായി ഒരു KSRTC സബ് ഡിപ്പോ വന്നതാണ്. അതിനുശേഷം അതിൻ്റെ പ്രാരംഭ നടപടി ഒന്നും തന്നെ സണ്ണി ജോസഫ് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മാറ്റം വരേണ്ടതാണ്. അതുപോലെ തന്നെ പെരുമ്പറമ്പെന്ന് കല്ലുവലിയേക്കുള്ള റോഡുണ്ട്. പെരുമ്പറമ്പ് ചർച്ചകൊണ്ടം ബന്ധപ്പെടുന്ന റോഡ്, അത് മെക്കാഡ് ടാറിങ് ചെയ്ത് വികസിപ്പിക്കേണ്ട ഒരു ബസ് റൂട്ടുള്ള ഒരു സ്ഥലമാണ്. അത് വികസിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാടത്തി ആസ്ഥാനമായിട്ടൊരു ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇതിന് MLA ഫണ്ട് എന്ന രീതിയിൽ യാതൊരുവിധ ഒരു ഉറുപ്പ് പോലും ചിലവാക്കാൻ വേണ്ടി MLAക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ചില കാര്യങ്ങളെല്ലാം തന്നെ ഒരു വികസനവും തന്നെ MLA എന്നുള്ള രീതിയിൽ സണ്ണി ജോസഫ് ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. ശൈലറ്റിൽ 10 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ വികസനം എന്ന രീതിയിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയും നല്ല രീതിയിലൊരു മാറ്റം ഇവിടെ വരേണ്ടതുണ്ട്. അതുപോലെ മാടത്തി ആസ്ഥാനമായ ഒരു മാവേലി സ്റ്റോർ വരേണ്ടതുണ്ട്. പിന്നെ ആശുപത്രിൻ്റെ വികസനം, ഹെൽത്ത് സെൻ്ററെല്ലാം തന്നെ വള്ളിത്തോട് ആസ്ഥാനമായ ഹെൽത്ത് സെൻ്റർ അത് ശൈലത്തിലെ മേൽനോട്ടത്തിൽ വന്നിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ PH സെൻ്ററുകളുണ്ട്. മാവുളേരി PH സെൻ്റർ, അതെല്ലാം തന്നെ വികസിപ്പിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ ഇന്നും വരേണ്ടതുണ്ട്. അപ്പോൾ LDF വന്നാൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. 10 വർഷം MLA എന്ന രീതിയിൽ ഒരു വികസനം വന്നിട്ടില്ല. MLA ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു മാറ്റം വരണമെങ്കിൽ LDF എന്ന രീതിയിലുള്ള ഒരു MLA വരണം. എന്നാൽ മാത്രമേ നല്ലൊരു മാറ്റം ഇവിടെ ഉണ്ടാവുള്ളൂ. പേരാവൂർ മണ്ഡലത്തിൽ ഇപ്പോൾ വികസനങ്ങൾ കുറവാണ്. അപ്പോൾ നമുക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് തരത്തിലുള്ള മാറ്റമാണ്? മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റം. ഇതിപ്പോൾ 10-15 കൊല്ലമായിട്ട് ഇതിൽ ഭരണം UDF തന്നെയാണ് MLA ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആര് വരണം എന്നാണ്? ഇതിപ്പോൾ അടുത്ത വർഷം നമ്മളെ ശൈല ടീച്ചർ വരണം എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ വരുന്നത്? വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏരിയയിലൊന്നും ഒരു വികസനവും നമുക്ക് ഉണ്ടായിട്ടില്ല.